പുതുച്ചേരി ഫാമിലി വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പുതുച്ചേരി റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് നാളുകളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ് പോണ്ടിച്ചേരി ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് 2 ദിവസങ്ങൾ ഞങ്ങൾ പോണ്ടിച്ചേരി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗ് ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോണ്ടിച്ചേരി എന്ന് പറയുന്നത് മനസ്സിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രീതി ഷേണായിയുടെ ഒരു 100 ലിറ്റിൽ ഫ്ലെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു ബെസ്റ്റ് സെല്ലർ ഉണ്ടായിരുന്നു. അതിനകത്ത് പോണ്ടിച്ചേരിയാണ് കൂടുതലും ബേസ് ചെയ്തിട്ടാണ്, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കഥ പറയുന്നത്. അന്നേരം അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പോണ്ടിച്ചേരിയോട് നമുക്ക് അറിയാതെ ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം നമുക്ക് തോന്നിയായിരുന്നു. അപ്പം അന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചു പോണ്ടിച്ചേരി ഒരു ദിവസം വരണം. അല്ലെങ്കിലും പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഒരു വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരി ഡെസ്റ്റിനേഷൻ. ഒരുപാട് ഭൂമിശാസ്ത്രപരമായിട്ടാണെങ്കിലും ചരിത്രപരമായിട്ടാണെങ്കിലും ഒരുപാട് മികവുകളുള്ള ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരി. അപ്പോൾ ഏതായാലും പോണ്ടിച്ചേരി വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ആകെ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ, നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് ഓട്ടോറിക്ഷയിൽ പോകാമെന്ന് വിചാരിച്ചു. 200 രൂപയായി. ശരിക്കും 70 രൂപ 80 രൂപയ്ക്കുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ നമ്മൾ പുതിയ ആൾക്കാരാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത് കൊണ്ട് അവർ ചാർജ് കൂടുതൽ മേടിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ തമിഴിലാണ് സംസാരിക്കുന്നതെങ്കിൽ 80 രൂപ കൊടുത്താൽ മതി, നിങ്ങൾ മറ്റു ഭാഷ സംസാരിക്കുന്നതുകൊണ്ടാണ് ഇവരധികം മേടിക്കുന്നതെന്ന് പറഞ്ഞു. റൂമൊക്കെ അടിപൊളിയാണ് അല്ലേ ഗീത? കിങ് സൈസ് റൂമാണ്. ഫെസിലിറ്റീസ് എല്ലാം എല്ലാ മുന്തിയ ഹോട്ടലുകളിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ടീ മേക്കർ, പിന്നെ അവർ വെള്ളമൊക്കെ തന്നിട്ടുണ്ടല്ലേ നമുക്ക്. അവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. 4 കുപ്പി വെള്ളം ഇനിയും വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ബെഡാണ്. TV ഉണ്ട്. അതെ, AC സെൻട്രലൈസ്ഡ് AC ആണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെ, സെൻട്രലൈസ്ഡ് AC ആണ്. ഇതിനകത്ത് കംപ്ലീറ്റ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെയാണ്. ഇവിടെ പ്രസ് ചെയ്ത് AC കൂട്ടാനും കുറയ്ക്കാനും AC ഓൺ ചെയ്യാനും കംപ്ലീറ്റ് ലൈറ്റ്സും കാര്യങ്ങളും. ഓരോ സ്വിച്ച് ഓരോ റൂമിനകത്ത് സ്വിച്ചൊന്നുമില്ല. ഓക്കെ, സംഭവങ്ങളൊക്കെ കൊള്ളാം. അപ്പോൾ ഇനി എന്താ, നമുക്ക് റെഡി ആവാം അല്ലേ? നമ്മുടെ വാഷ്റൂം കാണിച്ചിട്ടില്ലല്ലോ, വാഷ്റൂം കൂടെ കാണിക്കാം. അത്രയൊക്കെ ഉള്ളൂ. അടിപൊളി. ഡ്രയറൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഇനി ഒരു 1 അവർ നമ്മൾ ടൈം ഇവിടെ എടുക്കും, സ്പെൻഡ് ചെയ്യും. ഞങ്ങളൊന്ന് റെഡിയാകും. റെഡിയായതിന് ശേഷം പുറത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഡ്രൈവർ നമ്മളെ ആദ്യം ഒരു ബീച്ചിലോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പുള്ളി പറഞ്ഞത് ഇതിനെ രാഗ് ബീച്ച് എന്നാണ്. നമുക്ക് നോക്കാം. നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ അല്ലേ? ചൂടുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 12:30 മണിയാണ്. ഫീൽ ചെയ്യുന്നില്ല അല്ലേ? ചൂട് ഫീൽ ചെയ്യുന്നില്ല. കാരണം കാറ്റടിക്കുന്നുള്ളതുകൊണ്ട് ചൂട് ഫീൽ ആവുന്നില്ല. ഞങ്ങൾക്ക് പോണ്ടിച്ചേരിനെ കുറിച്ച് ഏകദേശം ഒന്നും തന്നെ അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് രാഗ് ബീച്ച് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഫോറിനേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. വന്നപാടെ നമ്മൾ കുറച്ച് ഫോറിനേഴ്സിനെയൊക്കെയാണ് ഇവിടെ കാണുന്നത്. കുറച്ച് അധികം ആളുകളില്ല. ഇപ്പോൾ ഈ സമയം ആയതുകൊണ്ടായിരിക്കും, ഈ ഉച്ചനേരം ആയതുകൊണ്ടായിരിക്കും അല്ലേ? ഞങ്ങൾ ഗൂഗിളിലെ ലൊക്കേഷൻ സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് റോക്ക് ബീച്ചാണെന്ന് മനസ്സിലായത്. പിന്നീടാണ് നമുക്ക് പറ്റിയ അമളി. അതായത് ഡ്രൈവർ അയാളുടെ ഭാഷയിലെ റാഗ് ബീച്ച് എന്ന് പറയുന്ന ഈ റോക്ക് ബീച്ചിനെയാണ് പുള്ളി റാക്ക് എന്ന് പറയുന്നത്. ഇവിടെ പാറക്കല്ലുകൾ ഇങ്ങനെ കിടക്കണ കണ്ടില്ല, റോക്ക് കിടക്കണ കണ്ടില്ല. ഈ റോക്ക് ബീച്ച് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് പോണ്ടിച്ചേരിയിലെ. ഇവിടുത്തെ തദ്ദേശവാസികളും ഫോറിനേഴ്സും ഒക്കെ രാവിലെയും വൈകിട്ടും ഒക്കെ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ വളരെ മനോഹരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇതിനെ പ്രൊമനേഡ് ബീച്ച് എന്നും പറയും. പ്രൊമനേഡ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വാക്കാണ്. അതിൻ്റെ അർത്ഥം വാക്ക് അല്ലെങ്കിൽ വാക്കിംഗ് എന്നൊക്കെയാണ്. ഈ ബീച്ചിന് ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ അതേ നീളത്തിൽ തന്നെ ഒരു വാക്ക് വേ ഉണ്ട്. അപ്പോൾ ആ ഒരു വാക്ക് വേ വെച്ചിട്ടാണ് ഈ പ്രൊമനേഡ് എന്ന് പറയുന്നത്.
വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബീച്ചാണ്. വളരെ കൗതുകകരമാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നതിനായിട്ട്. ശരിക്കും വൈകുന്നേരം വരണമായിരുന്നു, അല്ലെങ്കിൽ രാവിലെ വരണമായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നു. ശ്രീമതി ഇരിക്കാൻ പോകണോ? ഇരുന്നിട്ട് കാര്യം എന്താ? ഇവിടെ നമുക്ക് പോവാം. ഇവിടെ ബീച്ചിൽ ഇറങ്ങാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് വരെ നടക്കണം. നമുക്ക് പോവാം. വേണ്ട നമുക്ക് മടങ്ങാം. ഇത് പോണ്ടിച്ചേരിയിലെ ഒരു പഴയ ഒരു ലൈറ്റ് ഹൗസ് ആണ്. പോണ്ടിച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഫ്രഞ്ചുകാരുടെ കാലത്ത് വലിയൊരു പോർട്ടായിരുന്നു. അന്ന് വലിയ വാണിജ്യ വ്യാപാര കേന്ദ്രമൊക്കെ ആയിരുന്നു. എന്നാൽ അത്ര ഇമ്പോർട്ടൻസ് ഇപ്പോൾ പോണ്ടിച്ചേരി പോർട്ടിനില്ല. കാരണം അടുത്ത ചെന്നൈ പോർട്ടുണ്ട്, പിന്നെ തൂത്തുക്കുടി പോർട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല വലിയ കപ്പലുകൾക്കൊന്നും ഇവിടെ അടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു ഗാന്ധിജിയുടെ പ്രതിമയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബീച്ചിനെ ഗാന്ധി ബീച്ച് എന്നും പറയും. അങ്ങനെ ഗാന്ധി ബീച്ച്, അല്ലെങ്കിൽ റോക്ക് ബീച്ച്, പ്രൊമനേഡ് ബീച്ച് എന്നൊക്കെ പറയുന്ന പേരുകളിൽ അറിയപ്പെടുന്ന ബീച്ച് ഈ ബീച്ചാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ചെറിയ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിച്ചു. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഡ്രൈവറുടെ അടുത്ത് നമ്മൾ മടങ്ങുകയാണ്. ഒന്ന് നമ്മളെ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറയുകയായിരുന്നു. സർഗുരു സ്പോട്ട് പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഹോട്ടൽ, നല്ല പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണെന്ന് പറഞ്ഞിട്ടാണ് ഡ്രൈവർ നമ്മളെ ഈ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത്. നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാം. ഉച്ചയ്ക്ക് ഊണായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 താളി മീൽസ് ഓർഡർ ചെയ്തു. സംഭവം അടിപൊളിയായിരുന്നു. ചപ്പാത്തി, ചോറ്, അതിന് കൂട്ടുകറികൾ, ഒരുപാട് ഐറ്റംസ് കറികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊക്കെ പിടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഓരോ സ്റ്റൈലിലും ഓരോ സ്ഥലത്തും ഓരോ സ്റ്റൈലല്ലേ. പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ നമുക്ക് തൈര്, ഈ മോരൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ അതും നമുക്ക് വളരെ അട്രാക്ഷനായി. മോരും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നല്ലോണം ഊണൊക്കെ കഴിച്ചു. ബില്ല് വന്നപ്പോൾ ബില്ലും നല്ല അടിപൊളി ബില്ലായിരുന്നു. ഒരു ഊണിന് 250 രൂപ. റിയൂ സഫ്രൈൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വാക്കാണ്. സഫ്രൈൻ എന്ന് പറയുന്ന ഏതോ ഒരാളുടെ പേരാണ്. നമ്മുടെ സഹോദരൻ അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞ പോലെ റിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ്. അപ്പോൾ ഒരാളുടെ പേരിലൊരു സ്ട്രീറ്റാണ് ഇത്. ഫ്രഞ്ച് കോളനിയാണ്. ഈ ഫ്രഞ്ചുകാരുടെ സ്വാധീനം ഇവിടെ പോണ്ടിച്ചേരിയിൽ ഉടനീളമുണ്ട്. അവിടെ ഫ്രഞ്ച് സംസാരിക്കുന്നവരുണ്ട്. ഇപ്പോഴും ഫ്രഞ്ച് സ്കൂളുകളുണ്ട്. ഫ്രഞ്ച് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള സ്കൂളുകളുണ്ട്. അതുപോലെ അവരുടെ വീടുകളൊക്കെ ആ ഫ്രഞ്ച് വാസ്തുവിദ്യയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വീടുകളുടെ ഡിസൈനുകൾ, കാര്യങ്ങൾ ഒക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം പണ്ട് കാലം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മളെ ഭരിച്ചിരുന്ന പോർച്ചുഗീസുകാരായാലും ഡച്ചുകാരായാലും ഫ്രഞ്ചുകാരായാലും ബ്രിട്ടീഷുകാരും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഈവൻ 1954 വരെയൊക്കെ ഇത് ഫ്രഞ്ചുകാരുടെ കയ്യിലായിരുന്നു പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഒരു 4 സ്ഥലങ്ങൾ ചേർന്നതാണ്. അതായത് പോണ്ടിച്ചേരി, അതേപോലെ യാനം ആന്ധ്രാപ്രദേശിലുള്ളത്, മാഹി കേരളത്തിൽ, അതുപോലെ കാരയ്ക്കൽ തമിഴ്നാട്ടിൽ, ഇങ്ങനെ 4 സ്ഥലങ്ങൾ ചേർന്നതാണ് പോണ്ടിച്ചേരി. 1954 ഫ്രഞ്ച് ഗവൺമെൻറ് ഈ കോളനികൾ നമുക്ക് ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തതിന് ശേഷം ഇത് കേന്ദ്രഭരണ പ്രദേശമാകുകയായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ ആദ്യത്തെ പേര് പുതിയ ഗ്രാമം എന്നർത്ഥം വരുന്ന പുതുച്ചേരി എന്നായിരുന്നു. പിന്നീട് ഫ്രഞ്ചുകാരാണ് അതിനെ പോണ്ടിച്ചേരി എന്ന് മാറ്റിയത്. പിന്നീട് അത് വീണ്ടും യൂണിയൻ ടെറിട്ടറി ആയിട്ട് ഇന്ത്യക്കാരുടെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ പഴയ പേര് പുതുച്ചേരി എന്ന പേര് പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഇതാണ് പോണ്ടിച്ചേരിയിലെ മറീന ബീച്ച്. പോണ്ടിച്ചേരി ബീച്ച് അല്ലെങ്കിൽ മറീന ബീച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ബീച്ചാണിത്. ഇതും വളരെ അധികം ആളുകൾ സന്ദർശിക്കുന്ന, വളരെ ഏകാന്തതയിൽ ഒന്ന് ഇരുന്ന് വളരെ സ്വസ്ഥമായിട്ട് വളരെ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഒരു തീരദേശ പ്രദേശമാണ്. പോണ്ടിച്ചേരി, യാനം, അതേപോലെ കാരയ്ക്കൽ ഇവയൊക്കെ ബംഗാൾ ഉൾക്കടലിൻ്റെ ഒരു തീരപ്രദേശമായിട്ട് വരുന്ന സമയത്ത് മാഹി കേരളത്തിൽ അറബിക്കടലിൻ്റെ തീരപ്രദേശമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ പോണ്ടിച്ചേരി മുഴുവനും ധാരാളം ബീച്ചുകളാണ്. ബീച്ചുകളിലെ 1-2 ബീച്ചുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ബാക്കിയുള്ള ബീച്ചുകളൊക്കെ നാളത്തെ കാഴ്ചകളാണ്. അതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിലായിരിക്കും നിങ്ങളെ കാണിക്കുന്നത്. എല്ലാവരും അടുത്ത എപ്പിസോഡും കൂടെ മറക്കാതെ കാണുക. അതുപോലെ ആരോവിൽ എന്ന് പറഞ്ഞ ഒരു ആത്മീയ വളർച്ചയും സുസ്ഥിരമായ ഒരു ജീവിതവും മനുഷ്യൻ്റെ ഐക്യവും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് നിർമ്മിച്ച ഒരു സമൂഹം 1968 സ്ഥാപിതമായ ഒരു ടൗൺഷിപ്പ് ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും. അടുത്തതായി നമ്മളൊരു ബോട്ട് റൈഡാണ് ആസ്വദിക്കാൻ പോകുന്നത്. പോണ്ടി മറീന ബോട്ട് ഹൗസ്, അവിടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ധാരാളം ബോട്ടുകൾ ഇവിടെ യാത്രയ്ക്കായിട്ട് റെഡിയായിട്ട് കിടപ്പുണ്ട്.
ഇവിടെ നമ്മൾ ഈ ബോട്ടിൽ ഇവർ കൊണ്ടുപോയിട്ട് കുറേ സ്ഥലങ്ങൾ കാണിക്കും. അപ്പോൾ നമ്മളൊന്ന് കയറി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. പെർ ഹെഡ് 500 രൂപയാണ് ഇവിടെ ഇതിന് ചാർജ് വരുന്നത്. നിറയെ ബോട്ടുകളുണ്ട്, ആൾക്കാർ പോകുന്നത് കണ്ടോ. ആ ലൈഫ് ജാക്കറ്റ് ഇട്ടോ? ലൈഫ് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞു അല്ലേ? റെഡി ആയിട്ടിരിക്കുകയാണോ? ഞാനും കൂടി ഇട്ടേക്കട്ടെ. हमको कितना जगह दिखा दूंगा? हिंदी नहीं मालूम. English. You are going to show us how many places? 4 places. 4 പേരാണ് ബോട്ടിൽ ആകെ ഉണ്ടായിരുന്നത്. ഞങ്ങളും 2 വൃദ്ധ ദമ്പതികളും. ബോട്ട് റൈഡിനോടൊപ്പം അവർ 4 സ്ഥലങ്ങളാണ് നമ്മളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഒന്ന് ഫിഷറീസ് ഹാർബർ, പിന്നെ മാംഗ്രൂവ് ഫോറസ്റ്റ്, പിന്നെ അരിക്കമേട് എന്ന് പറഞ്ഞൊരു സ്ഥലം. അവിടെ നമുക്ക് ബോട്ടിൽ ഇറക്കി കുറച്ച് നേരം അവിടെ ചുറ്റിയടിച്ച് ഒരു 20 മിനിറ്റ് കൊണ്ട് തിരിച്ച് ബോട്ടിൽ വന്ന് കയറണം. അതിനുശേഷം നമ്മൾ കൊണ്ടുപോകുന്ന ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ അഴിമുഖത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അതായത് കായലും കടലും കൂടെ ചേരുന്ന ആ ഒരു ഭാഗം നമ്മളെ കാണിച്ചു തരും എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും നമുക്ക് പോയി നോക്കാം. ഫിഷറീസ് ഹാർബറാണിത്. ധാരാളം മത്സ്യബന്ധന ബോട്ടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ധാരാളം ബോട്ടുകൾ, മത്സ്യബന്ധന ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇവയൊക്കെ കടലിലോട്ട് പോയിട്ട് മത്സ്യം പിടിക്കാനായിട്ട് പോകുന്ന ബോട്ടുകളാണ്. ആ തോണിക്കാരൻ, നമ്മളുടെ ബോട്ട് ഡ്രൈവർ പറഞ്ഞത് ഈ ബോട്ടുകളെല്ലാം ആന്ധ്ര, അതേപോലെ കടൽ വഴി എവിടെ വേണമെങ്കിലും പോകാമല്ലോ. കേരളത്തിൻ്റെ കേരളത്തിൻ്റെ കടലുകളിലൊക്കെ വരും. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്ന ബോട്ടുകളാണ്. ഈ ബോട്ടുകൾക്കൊക്കെ ഭയങ്കര കോസ്റ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കോടിക്കണക്കിന് രൂപ വില വരുന്ന ബോട്ടുകളാണ് ഇവയെല്ലാം തന്നെ. 1 crore बोट का प्राइस ഓ ബോട്ടിന് മാത്രം 1 കോടി രൂപയാണെന്നാണ് പറയുന്നത് പുള്ളി. ഈ ബോട്ടിനൊക്കെ എന്ത് വില വരും? 250 25,000 2,50,000 130. ये बोट का टोटल प्राइस है 2,50,000. मोटो 130. वो 130. So 2,50,000 plus 1,350 4 lakhs. और 4 lakhs ഇരിക്കല एक बोट ഓൺ പണലാം. 4 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്കൊരു ബോട്ട് മേടിക്കാം. മറ്റേ ഫിഷിംഗ് ബോട്ടിനൊക്കെ 1 കോടി രൂപ വരുന്നാണ് പറയുന്നത്. സ്കൂബ ഡൈവിംഗ്. ഓ അവിടെ ഉദർ സ്കൂബ ഡൈവിംഗ് എന്നൊക്കെ പറയുന്നത് സാഹസിക പ്രിയരായ ടൂറിസ്റ്റുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ഉണ്ട് അതിനകത്ത്. കാരണം ഈ വെള്ളത്തിനകത്ത് ഒരുപാട് അടി താഴോട്ട് വരെ, നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഒരു നിശ്ചിത അടി വരെയും, പിന്നെ ഈ സ്കൂബ ഡൈവേഴ്സൊക്കെ 2000 അടി വരെ താഴെ പോകുന്നവരുണ്ട്. അത് എന്തെങ്കിലും പഠനത്തിനൊക്കെ ആവശ്യമായിട്ട്. അപ്പോൾ ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടാണ് ഇവർ കടലിൻ്റെ അടിയിൽ പോകുന്നത്. ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിജൻ, അതേപോലെ പ്രഷർ താങ്ങാൻ വേണ്ടിയിട്ട്. അടിയിലൊക്കെ നല്ല പ്രഷറായിരിക്കും വെള്ളത്തിന്. അപ്പോൾ അതൊക്കെ താങ്ങുന്ന രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ഘടിപ്പിച്ച് അതിനുള്ള ഒരു ഡ്രസ്സിങ്ങും അതിനുള്ള പ്രാപ്തരായിട്ടായിരിക്കും ഈ ഡൈവേഴ്സ് കടലിനടിയിലേക്കൊക്കെ പോകുന്നത്. ബോട്ട് യാത്രയിൽ ഇരുവശവും കാണുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. അത് ഒരാൾ മീൻ പിടിക്കാൻ പോവാണെന്ന് തോന്നുന്നു. ഇരുവശങ്ങളിലും ഇടതൂർന്നു വളരുന്ന മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാംഗ്രൂവ് ഫോറസ്റ്റ്, മാംഗ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടൽക്കാടുകൾ എന്നൊക്കെ പറയുന്നത് പോലെ ഇതുപോലുള്ള കായലോരങ്ങളിലും അതുപോലെ കടലോരങ്ങളിലും ഒക്കെയാണ്, നദീമുഖങ്ങളിലും ഒക്കെയാണ് ഈ കണ്ടൽക്കാടുകൾ. പലതരത്തിലുള്ള കണ്ടൽക്കാടുകളുണ്ട്. ഇത് ഒരുതരം സമുദ്ര സസ്യമാണെന്ന് പറയാം. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്നതിലും, അതുപോലെ പലയിനം സമുദ്ര ജീവികൾ അല്ലെങ്കിൽ മത്സ്യങ്ങൾ ഇവയുടെയൊക്കെ ആവാസ വ്യവസ്ഥയ്ക്ക് ഈ കണ്ടൽക്കാടുകൾ നല്ലൊരു പങ്ക് വഹിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് വളരെ മനോഹരമാണ് ഈ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ഈ ബോട്ട് യാത്ര.
അതുപോലെ കണ്ണിന് നമുക്ക് വളരെ മനോഹരവും വളരെ കുളിർമ തരുന്നതുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇതിലൂടെ അതിരാവിലെയുള്ള യാത്രയാണ് ഏറ്റവും മനോഹരമായിട്ടുണ്ടാവുക. നമ്മളുടെ പോണ്ടിച്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ ബീച്ചുകൾ, അതുപോലെ ചരിത്ര സ്മാരകങ്ങൾ, ഫ്രഞ്ച് കോളനിയൊക്കെ പോലെ തന്നെ സഞ്ചാരികൾക്ക് തീർച്ചയായിട്ടും ഏറെ പ്രിയപ്പെട്ടതായിരിക്കും ഈ ഒരു ബോട്ട് യാത്ര എന്ന് പറയുന്നത്. ഇവിടെ എത്തിയപ്പോൾ ബോട്ട് കരയ്ക്ക് അടുപ്പിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഇത് അരിക്കമേട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു പുരാവസ്തു കേന്ദ്രമാണ്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ്. ഇവിടെ പലതരത്തിലുള്ള പണ്ടുകാലങ്ങളിലെ അവശിഷ്ടങ്ങൾ, മൺപാത്രങ്ങൾ, അതുപോലെ വീഞ്ഞ്, എണ്ണ ഒക്കെ സംഭരിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന് അനുമാനിക്കുന്ന ഒരു ജാറുകൾ, ടെറാക്കോട്ട പ്രതിമകൾ, ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ്, ഖനനം ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വാദ്യയന്ത്രങ്ങൾ, റോമൻ വിളക്കുകൾ, ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ കുറച്ച് നേരം നമ്മളൊന്ന് ചുറ്റി അടിച്ചിട്ട് ഞങ്ങൾ അവിടെ കരിക്ക് വെക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു കരിക്കൊക്കെ മേടിച്ച് കുടിച്ച് ഞങ്ങൾ തിരിച്ച് ബോട്ടിൽ കയറി. ഇപ്പോൾ നമ്മൾ അഴിമുഖത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സമുദ്രവും നമ്മുടെ ഈ കടലിടുക്കുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് സാഹസികത നിറഞ്ഞ ഒരു യാത്രയാണെന്നാണ് ഇതിനു മുമ്പ് ഈ ബോട്ടിൽ പോയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ് മനസ്സിലായിട്ടുള്ളത്. കാരണം വളരെ പ്രക്ഷുബ്ധമാണ് കടൽ. ഒന്നാമത്തെ കാര്യം, നാളെ എന്തോ കറുത്തവാവോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ കടൽ നല്ല പ്രക്ഷുബ്ധമായിരിക്കും അറിഞ്ഞിരുന്നു. അപ്പോൾ ബോട്ടൊക്കെ നല്ലോണം ആടി ഒലയാൻ തുടങ്ങി എന്ന് പറയാം. നമുക്ക് പേടിയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. Go back. We'll go back. Yeah, we can see the color change. ഇങ്ങനെ ബോട്ട് ആടി പൊലിയുന്നുണ്ട്. ഒരു വി ആർ റിട്ടേണിങ്. നമുക്ക് പേടിയാകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബോട്ട് ഇങ്ങനെ ആടി ഒലയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടിയാകും. വേവ്സ്. ഇല്ല, പേടിക്കണ്ട. അതാണ്, അവിടെയാണ് സമുദ്രവും ഈ പറഞ്ഞ കടലിടുക്കും തമ്മിൽ യോജിക്കുന്ന സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര പേടിയാകുന്നുണ്ട്. ബോട്ട് ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ബോട്ടിന്റെ ആൾക്കറിയാം ഇതിനകത്ത് വലിയ പേടിക്കാനൊന്നും ഇല്ലെന്നുള്ളത്. അങ്ങനെ തരുന്ന ഒരു എനർജിയിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്, അവിടെ കടലിന്റെ കളറ് ഒരു വ്യത്യസ്തമായിട്ടുള്ള കളറ്, പച്ച കളറ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ചെളിവെള്ളവും അവിടെ സമുദ്രത്തിന്റെ പച്ച. ഇനിയും അങ്ങോട്ട് കൊണ്ടുപോകുമായിരിക്കും, പക്ഷെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു മടങ്ങുകയാണ്. ഈ ഒരു ഭാഗമാണ് ഞങ്ങൾക്ക് പോണ്ടിച്ചേരി യാത്രയിൽ ഈ ബോട്ടിങ്ങിൽ ഞങ്ങൾക്കൊരു മറക്കാനാവാത്ത ഒരു അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിവിടെ അത് അത്രയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് അവതരിപ്പിച്ചിട്ടില്ല. പക്ഷേ ആ ബോട്ടിലിരിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ബോട്ടും കൂടെ ആടി ഒലഞ്ഞ് എങ്ങാനും നമ്മൾ വീണ് പോയാലോ നീന്തൽ പോലും അറിയില്ല. അത്തരത്തിലുള്ള ആഴമേറിയ സ്ഥലമാണ്. അതും സമുദ്രത്തിൻ്റെ അടുത്തേക്കാണ് ഇത് ബോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ സത്യം പറഞ്ഞൊരു കൂട്ടക്കരച്ചിൽ പോലെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ എന്നിട്ട് മടങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു ബോട്ടുകാരൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ തിരിച്ച് മടങ്ങുകയായിരുന്നു. ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. അതുപോലെ ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ശേഷിക്കുന്ന ഭാഗങ്ങൾ പോണ്ടിച്ചേരിയുടെ പാരഡൈസ് ബീച്ച്, അതുപോലെ പാരഡൈസ് ബീച്ചിലേക്കുള്ള ഉദ്വേഗജനകമായിട്ടുള്ള ഒരു ബോട്ട് യാത്ര, പോണ്ടിച്ചേരിയിലെ നൈറ്റ് ലൈഫ്, വാക്കിംഗ് ടൂറ്, ആരോവിൽ ഗ്രാമം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കോർത്തിണക്കിയിട്ടുള്ള പോണ്ടിച്ചേരിയുടെ അടുത്ത ഭാഗവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.